മൂന്നാറിലെ ഡബിൾ ഡക്കർ ഓടാൻ കൊണ്ടിട്ട് ടിക്കറ്റ് കൊടുക്കാതെ രണ്ടുപേരെ കയറ്റി 400 രൂപ പോക്കറ്റിലിടുന്ന ചെറ്റ പണി ഇനി നിർത്തിക്കൂടെ? ഇത് ഈ വിദ്യാഭ്യാസവും MSc പഠിച്ചവർ വരെ KSRTC കണ്ടക്ടറായിട്ട് പോകുന്നുണ്ട്. അവർക്ക് നാണക്കേടല്ലേ ഇത് ഇത്തരം പരിപാടികൾ? മൊത്തത്തിൽ ഈ ഒരു KSRTC ജീവനക്കാരെന്ന സമൂഹത്തെ ഇങ്ങനെ അപമാനിച്ച കൊള്ളാം. പണികൾ കാണിച്ച 48,000 രൂപ ലാഭത്തിലാണ് പോകുന്നത് ഒരു ദിവസം. മൂന്നാറിലെ ഡബിൾ ഡക്കർ കൊണ്ടുവന്ന ഒറ്റ ഇടിയാണ്. 4 ദിവസം ഇവന് ഓട്ടമില്ല. ഇപ്പോൾ KSRTC ഇത്ര പോയി 2 ലക്ഷം രൂപ പോയോ? 5 ദിവസം വണ്ടി ഷെഡിലായിരുന്നു. 2 ലക്ഷം രൂപ പോയോ? ആർക്കാ പോയെ? എനിക്കല്ല പോയെ. ഗണേഷ് കുമാറിനൊന്നും പോയില്ല. ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി. നാളെ വീണ്ടും ഇതെല്ലാം കഴിയുമ്പോൾ 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും 1-ാം തീയതി ശമ്പളവും ഇല്ല, തോന്നുമ്പോൾ ശമ്പളവും 5 ഗഡുക്കളായിട്ട് ശമ്പളവും ഒക്കെ വാങ്ങാൻ റെഡിയാണെങ്കിൽ ഇതൊക്കെ ചെയ്തോ? ഒരു പരാതിയില്ലെന്നേ. അതൊക്കെ ചെയ്തോ? പറഞ്ഞാൽ കേൾക്കൂ. തൽക്കാലം എല്ലാ ട്രേഡ് യൂണിയൻ്റെ നേതാവും ഞാൻ തന്നെ. കൈ കാണിച്ച വണ്ടി നിർത്തി കയറ്റിക്കൊണ്ട് പോകണം. ഇനിയിപ്പോൾ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്, അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും. കൈ കാണിക്കാതെ നിർത്താതെ പോയാൽ തിരുവനന്തപുരം വരെയുള്ള കാശ് തരേണ്ടി വരും ഡ്രൈവർ. ഞാൻ പറഞ്ഞേക്കാം, അത്രേ പറയാനുള്ളൂ. പിന്നെ പുതിയ വണ്ടി വന്ന് കിടപ്പുണ്ട്, ഇടിച്ച് ചുരുട്ടുക. കൊട്ടാരക്കര ഒരു വണ്ടി കൊടുത്തു, ഇടിച്ച് ചുരുട്ടി. അത് കഴിഞ്ഞ് ഇടിച്ച് ചുരുട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഇടിച്ചതിൻ്റെ മാത്രമല്ല, കളക്ഷനും കൊടുക്കേണ്ടി വരും. കാരണം ഇടിച്ചേച്ച് കൊണ്ടിടുമ്പം ഈ ഒരു സാധനം കിട്ടത്തില്ല, അതിനെ പുറണ്ട് ഇരിക്കുന്ന ഒരു സാധനം കിട്ടത്തില്ല. കാരണം ഇതെല്ലാം പുതിയതാണ്. ഇത് പുതിയ മോഡൽ വണ്ടികളാണ് ഈ വരുന്നതെല്ലാം. ഈ വണ്ടികൾ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റ് പോലും ഇവിടെ ലോക്കലായിട്ട് വാങ്ങിക്കാൻ കിട്ടത്തില്ല. ഇത് മുഴുവൻ നമ്മൾ ഓരോന്നും വാങ്ങിയിട്ടില്ല. കാരണം പുതിയ വണ്ടിയല്ലേ. വണ്ടി വരുന്ന വഴിക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുത്താം. ബാംഗ്ലൂരിനെ മിനിമം 5-6 ദിവസം എടുക്കും. സാധനം വന്ന് പിടിപ്പിച്ചു വരും 10 ദിവസം. 10 ദിവസം കളക്ഷൻ്റെ കാശ് കൊടുക്കണ്ടേ ഇടിച്ചു. പിന്നെ തട്ടി നോക്കാനുള്ള പൈസയും തരേണ്ടി വരും. അല്ലാതെ വിലപിടിപ്പുള്ള സാധനമാണ്. എല്ലാ വണ്ടിയും വില കൂടിയ വണ്ടികളാണ്. അല്ല ആക്രി വണ്ടിയൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ആ ലിങ്ക് ബസ്സൊക്കെ കണ്ടു നോക്കണം. അതിനകത്ത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. വണ്ടിക്കകം ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. കഴുകാനും വൃത്തിയാക്കാനും വേണ്ടിയിട്ടാണ്. ഇത് കഴുകി തുടച്ച് വൃത്തിയായിട്ട് കൊണ്ടു കിടക്കണം. അല്ലാതെ ഇത് ചള്ളയും ചെളിയായിട്ട് കൊണ്ടു കിടന്ന ആളിൽ കയറില്ല.